ബാക്ക് ഉണ്ടോ? ബാക്കിൽ വ്യൂ ഉണ്ടോ? വെച്ച് കടിച്ചു തന്നാൽ അത് പോയി. അപ്പോൾ നമുക്കൊരു പണി കിട്ടി. എന്നൊരു വ്യൂ കാണിച്ചു തരാം. ഈ കൊട്ടാരക്കര വഴി പോകുന്നവര് ഇവിടെ ഒന്ന് കയറിയിട്ട് പോവാം. അടിപൊളി. അപ്പോൾ നമുക്കൊരു പണി കിട്ടി. നമ്മൾ സദാനന്തപുരത്ത് നമ്മൾ ആ വെള്ളച്ചാട്ടം തപ്പി പോയപ്പം അവിടെ വെള്ളച്ചാട്ടം ഇല്ല. വെള്ളച്ചാട്ടം ഇത്രയും മഴയത്തും വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല. വെള്ളച്ചാട്ടം ഇല്ലെന്ന് അവള് നമ്മൾ എന്തായാലും ഇറങ്ങി തിരിച്ചു. ഭയങ്കര തിരിച്ചറിവായി. അവര് ഭയങ്കര തിരിച്ചറിവായി. മഴയത്തും വെള്ളച്ചാട്ടം ഇല്ല എന്നുള്ളത്. എന്നാലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കൊട്ടാരക്കര വന്ന സ്ഥിതിക്ക് സദാനന്തപുരത്ത് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോകണ്ട, അവിടെ വെള്ളച്ചാട്ടം ഇല്ല ഇപ്പൊ. അപ്പം എന്തായാലും നമ്മൾ ഇറങ്ങിയ സ്ഥിതിക്ക് എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ഇനിയിപ്പം വന്ന് നിൽക്കുന്നത് നമ്മുടെ മലമേൽ എക്കോ ടൂറിസത്തിന്റെ അവിടെ അല്ലേ? മലമേൽപ്പാറ എക്കോ ടൂറിസത്തിന്റെ അവിടെയാണ് നിൽക്കുന്നത്. അതിന്റെ പാർക്കിങ്ങിന്റെ അവിടെയാണ് നിൽക്കുന്നത്. അടിപൊളിയാണ്, നല്ലൊരു വൈബാണ് ഇവിടെ. നമുക്ക് കയറി അകത്തോട്ട് പോയി നോക്കാം. അപ്പൊ അതിന്റെ ബാക്കിലായിട്ട് വലിയൊരു ആൽമരവും കുറച്ച് പാറകളും കുറച്ച് പ്രതിഷ്ഠകളും ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് കാണാം. അതെ, അവിടെയായിട്ടാണ് നമ്മുടെ ഇത് വരുന്നത്. അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോകാം. അപ്പം ഇതാണ് ഇവിടെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം. എനിക്ക് തോന്നുന്നു ദേവിയാണെന്ന്. പിന്നെ കുറച്ച് സർപ്പത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ. അപ്പോൾ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രമാണിത്, ഇരുമ്പൂഴിക്കുന്ന്. ഓക്കെ, നമുക്കിനി മേലോട്ട് പോകാം. ടിക്കറ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കാം. കുറച്ചുകൂടെ മേലോട്ട് പോകണം അല്ലേ? അതെ. ഇവിടെ വേറൊരു അമ്പലമുണ്ട്. ഇവിടെ വേറൊരു പ്രതിഷ്ഠയുണ്ട്. അതെ, പ്രതിഷ്ഠ ശരിയാണ് കേട്ടോ. കൊല്ലം DTPCയാണ് ഈ മലമേൽ എക്കോ ടൂറിസം എന്ന് പറയുന്നത്. ഈ പേയ്മെന്റ് ഒക്കെ ഇത് കണ്ടോ, റോഡൊക്കെ ഇട്ടേക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്. ഇതുവരെ അടിപൊളിയാണ്. ഇതാണ് അമ്പലം എന്ന് പറയുന്നത്. ഇത് കയറി വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്ന ഇതാണ്. അടിപൊളി വ്യൂ. അതെ. അപ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. പക്ഷേ ഇപ്പം പറ്റത്തില്ല, നല്ല വെയിലാണ്. പിന്നെ അതെ, ഇവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറേ പാറകളുടെ ഒരു സമ്മേളനമാണ് ഇവിടെ. റിഫ്രഷ്മെൻറ്റ് സോണ്, വ്യൂ പോയിൻ്റ്, അങ്ങനെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറേ ഇരിക്കാനായി പാറയുടെ മുകളിലൊക്കെ ഇരിക്കാം. വൈകുന്നേരമൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും. എന്നൊരു വ്യൂ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഏരിയ മൊത്തം നമുക്ക് കാണാൻ പറ്റും. കൊള്ളാട്ടോ, അടിപൊളിയായിട്ട്. അപ്പൊ നമ്മളിതേ ഒരു പാറയുടെ മുകളിൽ കയറി ഈ കൊട്ടാരക്കര വഴി പോകുന്നവര് ഇവിടെ ഒന്ന് കയറിയിട്ട് പോവാം. അടിപൊളി സെറ്റപ്പാണ്. അതെ, പല കളറിലുള്ള അമ്പലമാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇഷ്ടംപോലെ ഏരിയ കവർ ചെയ്യുന്ന ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലുള്ള പല വ്യൂ പോയിന്റ് ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല, ഇരിക്കാനായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ചെയർസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യത്തിന് തണലുണ്ട്. ഇപ്പൊ നട്ടുച്ച ഏകദേശം ഉച്ച സമയമാണ്, എന്നാലും അത്യാവശ്യം തണലും ഉണ്ട്. റിസ്ക് ഇല്ല, കാരണം സേഫ് ആണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഈ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം എന്നാലും ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ നമുക്ക് അടുത്ത പാറയിലോട്ട് പോകാം. ഒരു ബാക്ക് ഉണ്ടോ? ബാക്കില് വ്യൂ ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, കുറെ സ്ഥലത്ത് ഇങ്ങനെ വ്യൂ കിട്ടുന്ന ഒരു പാറയാണ് ഇതല്ലേ. കുറെ ഏരിയ കവർ. ഇത് ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ, അടിപൊളിയായിരുന്നു. പാറയുടെ മുകളിലത് ഒരു താഴ്ച ഉണ്ടോ അല്ലേ? ഇത് ആ മലയുടെ മുകളിലാണ്. അപ്പൊ ഇവിടുന്നുള്ള വ്യൂസ് ഇത്രയാണ്. അപ്പൊ നമുക്ക് നേരെ അടുത്ത പാറയിലോട്ട് പോകാം. ഇവിടെയൊക്കെ നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പൊ അവിടെ ഒരു റിഫ്രഷ്മെന്റ് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് കഴിച്ചിട്ട് ചെറുതായിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ തുടരാം. ഒരു റിഫ്രഷ്മെന്റ് സോണുണ്ട്. അതിനകത്തെ ഇതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട്. കുട്ടികൾക്കുള്ളതും മുതിർന്നവർക്കുള്ളതും സ്ത്രീകൾക്കുള്ളതും എല്ലാം ഉണ്ട്. അതുപോലെ സ്പൈസസ്, അതുപോലത്തെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. സാധാരണ നമ്മളിങ്ങനെ റിഫ്രഷ്മെന്റ് സോൺസ് അല്ലെങ്കിൽ സ്പൈസസ് സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ കൊള്ളാം, കുറേ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. കോഫി കുടിച്ചിട്ട് ബാക്കി വരാം. നല്ല ഇടിവെട്ട് മഴ വരുന്നുണ്ട്. പക്ഷെ അതിലും ഭയങ്കര കൊടും വെയിലാണ് ഇപ്പോൾ. ഇവിടെ ഒരു ചെറിയ വ്യൂ പോയിന്റ് ആണ്, ഇങ്ങോട്ട് പോകാം. ഓരോതരം പാറകളാട്ടോ, ഓരോ പാറയ്ക്ക് ഓരോ പേരുണ്ട്. അതെ. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന കുടപ്പാറ.
ഇതാ ഇവിടെ എല്ലാം ഈ ഗ്രില്ല് ഇതുപോലെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് സേഫാണ്. ഇതിൻ്റെ താഴോട്ടൊക്കെ പോകാൻ തോന്നും, നമ്മൾ അങ്ങോട്ട് തൽക്കാലം ഇപ്പോൾ പോകണില്ല. നമുക്ക് ഇനി അടുത്ത നാടുകാണിപ്പാറ കാണാം. ബാ, അത് കൊള്ളാം, ഇത് കുറേ ഉണ്ട് കേട്ടോ നാടുകാണിപ്പാറ. കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ വേറെ അവിടെ ഒരു വലിയൊരു പാറ ഉണ്ട്, അതിൻ്റെ മുകളിലൊക്കെ കയറാം. നമ്മൾ അങ്ങോട്ട് പോകണില്ല. അപ്പം ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഒന്ന് കയറാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ഈ പാറയുടെ മുകളിൽ നിന്നല്ല, ഇപ്പുറത്തെ സൈഡിലെ വ്യൂ മൊത്തം നമുക്ക് കിട്ടും. അവിടെയാണ് നമ്മളിപ്പം കയറി വന്നത്. ഇവിടെയാണ് നമ്മുടെ റിഫ്രഷ്മെൻറ്റ് സോണ്. പിന്നെ ഇതാണ് നമ്മുടെ മുകളിൽ നിന്നുള്ള വ്യൂ. ഒരാൾ അങ്ങ് അറ്റത്ത് പോയി നിൽക്കുകയാണ്. ഈ പാറ നല്ല രസമാണ് കേട്ടോ, പക്ഷെ നമുക്കതിപ്പം അങ്ങോട്ട് കയറാൻ വയ്യ. അതുകൊണ്ട് ആ ഒരു എനർജി ഇല്ലാത്തത് നമ്മൾ അങ്ങോട്ട് പോകണില്ല. പക്ഷേ അടിപൊളിയാണ്. നിങ്ങൾ വന്ന് രാവിലെ ഇച്ചിരി നേരത്തെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 3 മണിക്ക് വരുവാണെങ്കിൽ മൊത്തം എല്ലാം കൂടെ കവർ ചെയ്തിട്ട് പോകും. അതെ, ഇവിടെ വന്നപ്പോൾ ഒരു ഫ്രണ്ടിനെ കിട്ടി. അതെ, കാണാവോ? ആ, അപ്പോൾ കാണാം. ഹലോ ഹലോ വെച്ച് കടിച്ചു തന്നാൽ അത് പോയി. അപ്പോൾ നമുക്ക് അടുത്ത പാറയിലോട്ട് പോകാം. പക്ഷേ ഇവിടോട്ട് വരുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. അടുത്ത പാറ ഇതാണ് അടുത്ത പാറ. അപ്പം ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ ഇച്ചിരി ഇവിടെ ആ ഗ്രില്ലില്ല, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വരാം. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. ബാ, കൊള്ളാം കേട്ടോ. ഇത് ഒരു വൈകുന്നേരമൊക്കെ വരികയാണെങ്കിൽ, ഈ വെയിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പൊളി സ്ഥലം. ഇവിടെ ഒരു കുറേ സ്ഥലം കാണാം. കുറേ ഒരേ സ്ഥലം തന്നെ, പക്ഷേ അതിൻ്റെ പല പല വ്യൂ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നല്ല അടിപൊളി പാറകളും രസമാണ്. അപ്പോൾ ഇതാണ് നാടുകാണിപ്പാറ. അപ്പോൾ ഈ ഇതുവഴി നമുക്ക് കയറി മുകളിലോട്ട് പോകാമെന്നാണ് തോന്നുന്നത്. പോകാൻ പറ്റും, പക്ഷേ നമുക്ക് അതിനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങണം. പക്ഷെ ഇതിന്റെ മുകളിലേക്ക് വ്യൂ അടിപൊളിയായിരിക്കും. അതെ, ഏറ്റവും വലിയ പാറ എന്ന് പറയുന്നത് ഈ നാടുകാണിപ്പാറ. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു പാറയുടെ പുറത്താണ്. അപ്പം ഇവിടത്തോടുകൂടി നമ്മുടെ വിശേഷങ്ങൾ തീരുവാണ്. അപ്പം പുതിയ കണ്ടന്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.